വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് സൈബർ സെക്യൂരിറ്റി എന്ന് പഠിച്ചു. ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് CIA, അതായത് എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി, എന്താണ് ഇൻറ്റഗ്രിറ്റി, എന്താണ് അവൈലബിലിറ്റി എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ പറയുന്ന CIA ട്രേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കാം എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി ആ പേരിൽ തന്നെ കിടക്കുന്ന പോലെ നമ്മൾ കൊടുക്കുന്ന ഡേറ്റ, ഓക്കെ, അത് പ്രൈവറ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാണോ ആ ഡോക്യുമെൻ്റ് വേണ്ടത് അവർക്ക് മാത്രം ആക്സസിബിൾ ആവുന്ന രീതിയിൽ കോൺഫിഡൻഷ്യലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു PDF ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമെയിൽ ആണെങ്കിലും അത് ആ ഒരു പെർമിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പം അത് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ ആ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ ആ ഒരാൾക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, എൻഷുറിങ് ദാറ്റ് എ ഡേറ്റ ഈസ് പ്രൈവറ്റ് ആൻഡ് ആക്സസ് ഓൺലി ബൈ ദോസ് വിത്ത് ദ പെർമിഷൻ ടു ഡു സോ. ആർക്കാണോ ആ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റാവൂ. ഫോർ എക്സാമ്പിൾ പാസ്വേഡ് എൻക്രിപ്ഷൻ. ഓക്കെ, രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റിയാണ്. അപ്പം ഇൻറ്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം A എന്ന് പറയുന്ന ഒരാൾ Bക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ ഡേറ്റയ്ക്ക് ഒരു ചേഞ്ചും വരാൻ പാടില്ല. എങ്ങനെയാണോ A കൊടുക്കുന്നത് അതുപോലെ തന്നെ Bക്ക് കിട്ടണം. ആ ഒരു എൻഷുറിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. എൻഷുറിങ് ദാറ്റ് ദ ഡേറ്റ ഹാസ് നോട്ട് ബീൻ ഓൾട്ടേർഡ് ഇൻ എനി വേ. ഓക്കെ, അപ്പം ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ ദ യൂസ് ഓഫ് ചെക്സംസ് ആൻഡ് ആക്സസ് കൺട്രോൾ. ആക്സസ് കൺട്രോളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്, കോൺഫിഡൻഷ്യാലിറ്റി എന്താണെന്ന് മനസ്സിലായി. രണ്ടാമത്തത് ഇൻറ്റഗ്രിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. മൂന്നാമത്തതെന്ന് പറയുന്നത് അവൈലബിലിറ്റിയാണ്. ഓക്കെ, അവൈലബിലിറ്റി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ യൂസർ Aന്ന് യൂസർ Bയിലോട്ട് നമുക്ക് ഡേറ്റ അവൈലബിൾ ആക്കി ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്നിട്ട് ആ ഡേറ്റാനെ യൂസ് ചെയ്യാനും പറ്റണം എന്നുള്ളൊരു ഫോക്കസിൽ വെച്ചിട്ടാണ് നമ്മൾ അവൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു പേര് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സിമ്പിളാണ്, വളരെ സിമ്പിളാണ് മൂന്ന് കാര്യങ്ങൾ. സോ CIA എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി. നമ്മൾ ഒരു ഡേറ്റ ഒരു യൂസർ Aന്ന് യൂസർ Bയിലോട്ട് പോകുമ്പോൾ അത് യൂസർ Bക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ that will be protected with password, and ആ ഒരു പെർട്ടിക്കുലർ ഫയൽ യൂസർ Bക്ക് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റാവൂ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വരുന്നതാണ് എന്താ, കോൺഫിഡൻഷ്യാലിറ്റി. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുമ്പോൾ ആ യൂസർ Aന്ന് യൂസർ Bയിലോട്ട് കൊടുക്കുന്ന ഡേറ്റ ഒരു രീതിയിലും ചേഞ്ച് വരില്ല എന്ന് ഉറപ്പ് പറയുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തത് അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് റെഡ്ലി ആയിട്ട് നമുക്ക് വേണ്ട ഡേറ്റ വേണ്ട സമയത്ത് കിട്ടണം. ഓക്കെ, അതിനെ പറയുന്നതാണ് അവൈലബിലിറ്റി. സോ ഐ തിങ്ക് CIA ട്രേഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അടുത്തൊരു മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് കടക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.